ഹലോ ഫ്രണ്ട്സ്, ഇത്രയും മുളക് നമ്മുടെ വീട്ടിലുണ്ടായ വെറും 4 മുളക് മരത്തിൽ നിന്ന് കിട്ടിയതാണത്. ഇത് ഉണക്കിയെടുത്തതാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ മുളകുണ്ടായത് പച്ചയായിട്ടൊന്നും പറിച്ചിട്ടില്ല, എല്ലാം പഴുപ്പിക്കാൻ വെച്ചു. എന്നിട്ട് 2-3 പ്രാവശ്യം ആയിട്ട് നുള്ളിയെടുത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളായിരുന്നു കേട്ടോ. 4 വഴുതന, 4 വെണ്ട, 4 തക്കാളി, 4 മുളക്, ഇങ്ങനെ തൈകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ വഴുതനയും തക്കാളിയൊക്കെ ഉണ്ടായി. തക്കാളി ചെറിയ തക്കാളി ആണെങ്കിലും നന്നായി കായ്ച്ചു. വഴുതന വലുതായിരുന്നു. അതാ മുളക് നല്ല നീളമുള്ള, നല്ല കടുപ്പുള്ള, എന്ന് വെച്ചാൽ നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഉണക്കാനുള്ള രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ പഴുത്തതിന് ശേഷം ആണ് ഞങ്ങളത് നുള്ളിയെടുത്തത്. ഓരോ ട്രിപ്പിൽ കിട്ടിയതും വേറെ വേറെ ആയിട്ട് ഉണക്കിയെടുത്തു. പിന്നെ ഒന്നിച്ച് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊടിപ്പിക്കാനൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വാങ്ങിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ ഇനിയും ഇതുപോലെ കൂടുതൽ തൈകൾ വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി പോലും നമുക്ക് വീട്ടിലുണ്ടാക്കാം. അങ്ങനെ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ. വീട്ടാവശ്യത്തിനുള്ള മുളക് ഇതുപോലെ കൃഷി ചെയ്തിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഒരു ഐഡിയക്കാണിത് പഴുപ്പിക്കാൻ വെച്ചേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ മുളകിൻ്റെ ഇതായിരുന്നു കേട്ടോ ഉണക്കിയെടുത്തപ്പോൾ. പക്ഷെ കെമിക്കലൊന്നും ചേർക്കാത്ത വെറും നാടൻ വളങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ചകിരിച്ചോറും വെണ്ണൂറും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളിത് വെച്ചത്. പിന്നെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നല്ലാതെ വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രഷാണ് സാധനം. ഇത്രയും വിളവൊക്കെ അന്ന് കിട്ടി. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഇതാ ഇങ്ങനെയാണ് ഉണക്കിയെടുത്തത്. നല്ല വെയിലുള്ള സമയമായതുകൊണ്ടാണ് ഉണങ്ങി കിട്ടിയത്, അല്ലെങ്കിൽ ആകെ നശിച്ചു പോവുമായിരുന്നു. പിന്നെ 2ാം ട്രിപ്പ് ആയപ്പോഴത്തേക്കും മുളകിൻ്റെ എണ്ണം കുറഞ്ഞു. പക്ഷെ അതേപോലത്തെ മുളക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ 4 തൈ നല്ല കരുത്തിൽ വന്നിരുന്നു കേട്ടോ. 2ാം ട്രിപ്പിൽ ഇത്ര കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തേത് ഒരുവിധം ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മുളക്. പിന്നെയാണ് ഇതെടുത്തത്. അപ്പോൾ അത് നമ്മൾ മറ്റൊരു സൈഡിലാക്കിയിട്ട് ഉണക്കിയെടുത്തു. അടുത്ത പ്രാവശ്യം നമുക്കിതുപോലെ തന്നെ എടുത്തു. പക്ഷെ അതിൽ മുളകിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 ട്രിപ്പ് എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. ബാക്കി നമ്മൾ പച്ചമുളകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത്രയും ആണ് കിട്ടിയത്. നല്ല ഫ്രഷ് മുളകായിരുന്നു. നമുക്ക് വറവിടാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കാച്ചിട്ട് ഒരു ടിന്നിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.